നടൻ ഷൈൻ നിഗമാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ലിറ്റിൽ ഹാർട്ട് എന്ന ഒരു സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഷൈൻ ദുബൈയിലെത്തിയിരിക്കുന്നത്. ഷൈൻ, വളരെ സന്തോഷം. പിന്നെ സിനിമയിലും വിവാദങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്താണ് പുതിയ ചിത്രം കൂടി വരുന്നത്. എങ്ങനെയുണ്ട് ഈ പുതിയ ചിത്രത്തിൻ്റെ പ്രതീക്ഷകൾ? നല്ലൊരു സിനിമ ആവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കുറച്ചും കൂടെ ഞാൻ ചെയ്തിരുന്ന ഒരു സ്റ്റൈലല്ല, ഒട്ടും സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പടമല്ല. ഫുള്ളായിട്ടൊരു ഫൺ എൻ്റർടൈനറാണ്. സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നുള്ളൊരു പോസ്റ്റ് അങ്ങനെ വേണ്ടിയിരുന്നോ എന്നുള്ളൊരു ഇല്ലില്ല, അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗാസക്ക് റഫയ്ക്ക് ഈ പറഞ്ഞ സാധനം കെഫിയെ കിട്ടിയിട്ട് ഫോട്ടോ ഇട്ടപ്പോൾ ഉറപ്പായിട്ടും അവിടെ വരാൻ പോകുന്നൊരു കമൻ്റാണ് ഞാൻ ഇട്ടത്. അവിടെ വരാൻ പോകുന്നൊരു കമൻറ്റേ ഞാൻ ഇട്ടുള്ളൂ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുറന്ന എൻ്റെ മെസ്സേജിനകത്ത് മൊത്തം ഈ പേരിട്ടിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അപ്പോൾ അതിൻ്റെ പേരിൽ വരാനുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്ത് പറയണോ ഞാനതാണ്. പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. അല്ല, അതിൽ പിന്നെ ശക്തമായി തന്നെ അത്തരം പ്രതികരണങ്ങളും പിന്നെ ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായും അത് അങ്ങനെ. ഇപ്പം നമുക്ക് അവരോടൊന്നും ദേഷ്യം ഉണ്ടായിട്ടല്ല. ഞാനതിനെ ഒരു ചെറിയൊരു എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് ഈ പറയണ ഞാൻ ഇച്ചിരി കൂടെ തമാശ രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലാതെ ഇതിനെ സീരിയസ് ആയിട്ട് വ്യാഖ്യാനിക്കുമ്പോഴേ അതിനകത്തൊരു പ്രശ്നങ്ങളുള്ളൂ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതല്ലേ പറയാൻ പോകണം, ഞാനിത് തന്നെയാണ് അന്നുള്ള മൈൻഡിൽ ഇട്ടിട്ടുള്ളൂ. അതേപോലത്തെ ഉണ്ണിമൂന്നൻ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഉണ്ണിമൂന്നൻ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഇല്ല, ഉണ്ണിച്ചേട്ടനും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ കിട്ടിയില്ല. മെസ്സേജൊക്കെ അയച്ച് പുള്ളിക്കാരൻ എന്താണ് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് എന്നെ വിട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എന്താണ് നടന്നതെന്നുള്ളത് പറഞ്ഞു. അതായത് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ തമാശയുടെ ഇടയിൽ പറഞ്ഞു പോയതിൻ്റെ ഇടയിൽ ആ പേരിന് നമ്മളങ്ങനെ, പക്ഷെ അതൊരു വേറെ ആ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു വൈബിൽ നിന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതൊരു തമാശ മാത്രമായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് അത് മാത്രം എടുത്തിട്ട് അതിന് വേറൊരു ആംഗിളിലേക്ക് മാറ്റി. അപ്പോഴാണ് അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാര്യം നമ്മൾ മനസ്സ് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ഉണ്ണിച്ചേട്ടനായാലും ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലം തീരാറായ ടൈം മുതൽ ഉണ്ണിച്ചേട്ടനെയൊക്കെ ഞാൻ സ്ക്രീനിൽ കണ്ടാണ് നമ്മളൊക്കെ വളർന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളോട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലല്ല ഞാൻ കണ്ടേക്കണം. എൻ്റെ ഇൻറ്റൻഷനിൽ ഞാൻ ഹേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഉണ്ണിച്ചേട്ടനോട് ഞാൻ നേരിട്ട് പറഞ്ഞു. അല്ലാതെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ അത് ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ സൈഡിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയും ചോദിക്കുന്നു. ഷൈൻ നിഗം ഈ മനസ്സ് തുറന്നാണ് ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ഈ പ്രതിസന്ധികളും ഈ വേട്ടയാടലുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഷൈൻ നിഗം വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ യാസർ അറഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.